ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഇന്ന് അത്യാവശ്യം മഴയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഇന്ന് എന്ത് വീഡിയോ ചെയ്യുമെന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത്. ഞങ്ങളുടെ വെഡ്ഡിങ് ആൽബം ചെറുതായിട്ടൊന്ന് നിങ്ങളെ കാണിച്ചാലോ എന്ന് വിചാരിച്ചു. ഇതാരും റിക്വസ്റ്റ് ചെയ്തിട്ടോ കമൻറ്റ് ചെയ്തിട്ടോ ഒന്നും ചെയ്യുന്ന വീഡിയോ അല്ല കേട്ടോ. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ചുമ്മാ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇത് എൻ്റെ സൈഡിൽ നിന്നുള്ള ആൽബമാണ് കേട്ടോ. അപ്പം നമുക്ക് തലേദിവസവും പിറ്റേ ദിവസം ഉച്ച വരെയുള്ളത് മാത്രമേ ഇതിലുള്ളൂ. ദെൻ റിസപ്ഷനും കാര്യങ്ങളൊക്കെ നികിയുടെ സൈഡിലുള്ള ആൽബത്തിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അധികം ലാഗാക്കാതെയും ലെങ്ത് കൂട്ടാതെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആൽബത്തിലേക്ക് പോകാം. ഫ്രണ്ടിൽ ഇതേപോലെ ഒരു ഫോട്ടോയും നമ്മളുടെ പേരും വെഡ്ഡിങ് ഡേറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ സെയിം ഫോട്ടോ തന്നെയാണ് കേട്ടോ അകത്തും വന്നിട്ടുള്ളത്. പിന്നെ ഇത് പുടവ കൊടുക്കലിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് തലേദിവസം എല്ലാം വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് എൻ്റെ ഫ്രണ്ടിലത്തെ വീട്ടിൽ പോയിട്ടാണ് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തത്. പിന്നെ തലേദിവസം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫാമിലി മെമ്പേഴ്സൊക്കെ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ഫ്രണ്ട്സ് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഇത് അച്ഛൻ, അമ്മ വിളക്കൊക്കെ കത്തിക്കാൻ കേട്ടോ. പിന്നെ എനിക്കിടെ സിസ്റ്ററാണല്ലോ പുടവ തരുന്നത്. ഇവിടേക്ക് എങ്ങനെയാണ്, എല്ലായിടത്തും എങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അങ്ങനെ അവർ വന്നു, പുടവയൊക്കെ തന്നു. താഴെ കാണുന്ന ഫോട്ടോയിലുണ്ടല്ലോ അത്രയും പേരാണ് നമുക്ക് അന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരു 10, 20, 25 പേരോളം ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് എൻ്റെ ഫാമിലി. അച്ഛൻ, അമ്മ, അനിയനാണിത്. പിന്നെ നികിയുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായില്ല കേട്ടോ. അവർ നെക്സ്റ്റ് ഡേ കല്യാണത്തിനാണ് വന്നത്. ഇതെൻ്റെ അനിയൻ, പിന്നെ നികിയുടെ സിസ്റ്ററും ഫാമിലിയാണത്. ചേട്ടനും 2 കുട്ടികളുണ്ട്, അവരാണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ അന്നേരം അവിടെ ഉള്ളവരൊക്കെ വെച്ചിട്ട് മാക്സിമം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ എൻ്റെ കുറച്ച് ഫോട്ടോ അല്ലെങ്കിൽ എൻ്റെ കുറച്ച് ഷോ ഓഫ് എന്ന് വേണമെങ്കിൽ പറയാം. പുടവൊക്കെ വെച്ചിട്ട് നമ്മളങ്ങനെ ചെയ്യുമല്ലോ. അപ്പോൾ ആ ചേട്ടൻ ഫോട്ടോഗ്രാഫർ പറഞ്ഞ പോലെ തന്നെ ഞാൻ കുറച്ച് പോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ നല്ല കോമഡിയാണ് കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞ് ഹൽദിയാണ്. ഇതും നമ്മളുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയായിരുന്നു ഞാൻ ഹൽദിക്ക് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഇത്രയും പേരൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പുടവ നമ്മളൊരു 3 മണി 4 മണി സമയത്തൊക്കെ ആയിരുന്നു. ഹൽദി നമ്മൾ നൈറ്റാണ് നടത്തിയത്. ഒരു 8 മണി ഒക്കെ ആയപ്പോഴത്തേക്കാണ് ഹൽദി നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതൊക്കെ ആസ് യൂഷ്വൽ കേക്ക് കട്ട് ചെയ്യുന്നു, അങ്ങോട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് കൊടുക്കുന്നു, മഞ്ഞൾ തേക്കുന്നു. മഞ്ഞളായിരുന്നില്ല കേട്ടോ. മഞ്ഞൾ ആരും യൂസ് ചെയ്യാറില്ലല്ലോ. മുൾത്താനി മിട്ടിയാണ് എല്ലാവരും ചെയ്യാറ്. അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പോകുമ്പോൾ നല്ല പണി കിട്ടും. അതുകൊണ്ട് മുൾത്താനി മിട്ടിയാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അന്നേരം ഉണ്ടായിരുന്ന ഫാമിലി, ഫ്രണ്ട്സ്, കസിൻസ് എല്ലാവരുമായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. നല്ല രസമായിരുന്നു കേട്ടോ. ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ അതൊക്കെ ഓർക്കുമ്പോൾ നല്ല നല്ല മെമ്മറീസൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടല്ലേ. ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ദിവസങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം, തലേദിവസവും പിറ്റേ ദിവസവും. അങ്ങനെ ഇതൊക്കെ എൻ്റെ ഫാമിലി മെമ്പേഴ്സും കസിൻസ്, ചേട്ടന്മാർ, ചേച്ചിമാർ, വല്യമ്മമാർ, വലിയച്ഛന്മാർ അവരൊക്കെയാണ് കേട്ടോ ഇത്. പിന്നെ ഇത് ഞങ്ങൾ കസിൻസിൻ്റെ കുറച്ച് അലമ്പായിരുന്നു ഞങ്ങൾ. ഇവരൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, എൻ്റെ മിക്ക വീഡിയോസിലും ഇവരൊക്കെ ഉണ്ടാവാറുണ്ട്. സോ അങ്ങനെ ഹൽദി ഏകദേശം തീർന്നു. എൻ്റെ കുറച്ച് സിംഗിൾ ഫോട്ടോസോടുകൂടി ഹൽദി നമ്മൾ ഏകദേശം അവസാനിപ്പിച്ചു എന്ന് വേണം പറയാനായിട്ട്. അവസാനിപ്പിച്ചപ്പോൾ തന്നെ ഏകദേശം 12 മണി 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയും നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ പണിയാകും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ വിവിധ തരം വേറെ പോസുകളാണിതൊക്കെ. ഇതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വരുന്നുണ്ട്, പക്ഷേ എന്നാലും കൊള്ളാം. ഇത് നെക്സ്റ്റ് ഡേ വെഡ്ഡിങ്ങിൻ്റെയാണ് കേട്ടോ. ഞാൻ കൊടുങ്ങല്ലൂരാണ് മേക്കപ്പ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത്. സോ കൊടുങ്ങല്ലൂരും മൂത്തകുന്നമൊക്കെ അറിയുന്നവർക്ക് അറിയാൻ പറ്റും. തിരിച്ച് വന്ന വഴി മൂത്തകുന്നം ടെമ്പിളിലാണ് നമ്മൾ ഫോട്ടോഷൂട്ടിന് കയറിയത്. അടിപൊളി ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു കേട്ടോ. എനിക്ക് ഈ ഒരു ഫോട്ടോ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഫോട്ടോ കാണുന്നത്. ഇത് മാത്രമല്ല, അവിടെ വെച്ച് എടുത്ത എല്ലാ ഫോട്ടോസും നല്ല രസമായിരുന്നു. കാരണം അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫോട്ടോസ് എടുക്കാൻ ആർക്കും ഇഷ്ടമല്ലാത്തതല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ പറയുന്ന പോലെ പോസൊക്കെ ചെയ്യാനും. നമ്മളൊരു മോഡലാണോ അങ്ങനെയൊക്കെ തോന്നിപ്പോകുമല്ലോ ആ ഒരു ടൈമിൽ നമുക്ക്. അങ്ങനെ ഞാനും എൻ്റെ അനിയനും പിന്നെ 2-3 കസിൻസും കൂടിയിട്ടാണ് നമ്മൾ ഫോട്ടോഷൂട്ടിന് പോയിട്ടുണ്ടായിരുന്നത്. ഇത്രയും പേരാണ് കേട്ടോ ഉണ്ടായിരുന്നത്. നമ്മളിങ്ങനെ പോയതിൻ്റെ ഉദ്ദേശം നമുക്ക് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്നേഹം കണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട, ഞങ്ങൾ നല്ല ഇടിയാണ് കേട്ടോ.
പിന്നെ ഇതിലേക്ക് വരുമ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏതൊരു കല്യാണ ആൽബം എടുത്താലും കാണുന്ന അതേ സംഭവങ്ങൾ തന്നെയാണ് കാലിൽ വീഴുന്നത്. ഈ സാരിയും ചുറ്റി ഇങ്ങനെ കാലിൽ വീഴാൻ നല്ല പാടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒരുപാട് പേരുണ്ടായിരുന്നു, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് അച്ഛനും അമ്മയും ഞാനും അബിയും ഒക്കെ കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ വേഗം ഇറങ്ങി കേട്ടോ. കാരണം വേറെ അങ്ങനെ അധികം ഫോട്ടോസ് എടുത്ത് നിൽക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. ഇതെൻ്റെ വീട്ടിൽ തന്നെ അമ്പലമാണ്, അവിടെയൊക്കെ തൊഴുതിട്ട് നമ്മൾ വേഗം ഇറങ്ങുകയാണ്. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ, അഞ്ജു. അഞ്ജും അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മേനെ ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ എൻ്റെ കസിനാണ് അത് ആർച്ച. ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ വണ്ടിയിലൊക്കെ കയറി ഹോളിലേക്ക് പോവായിരുന്നു. അതിന് മുമ്പ് ഇത് അവിടെ മൂത്തോന്നത് വെച്ച് തന്നെ എടുത്ത 2-3 പിക്ചേഴ്സിൽ ആഡ് ചെയ്തതാണ് കേട്ടോ, സിംഗിളായിട്ടുള്ളത്. അങ്ങനെ ഓഡിറ്റോറിയത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് വീട്ടിൽ വെച്ച് എടുക്കാൻ പറ്റാത്ത കുറച്ച് ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് നമ്മൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നിക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങളാണ് ഫസ്റ്റ് എത്തിയത്. അപ്പോൾ എൻ്റെ കുഞ്ഞിച്ചൻ, കുഞ്ഞമ്മ, വലിയച്ഛൻ, വലിയമ്മ, ചേച്ചിമാർ അവരൊക്കെയാണ് കേട്ടോ ഇത്. പിന്നെ അഞ്ജുൻ്റെ അച്ഛനമ്മയും ഫാമിലിയൊക്കെയാണിത്. പിന്നെ എൻ്റെ MBA ഫ്രണ്ട്സ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് ശ്രീയ, സനിക, അവരുടെ അനിയൻ, അനിയത്തി, ശ്രീയയുടെ വുഡ് ഒക്കെ ഉണ്ട് ഇതിൽ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു. അത്യാവശ്യം ഓൾമോസ്റ്റ് വീട്ടിലില്ലാത്തവരൊക്കെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ കഥാനായകൻ എത്തിയിട്ടുണ്ട്, നിഖി എത്തിയിട്ടുണ്ട് കേട്ടോ. നിഖിക്കും ഫോട്ടോ എടുക്കൽ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. ഒട്ടും മോശമില്ല കേട്ടോ പോസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. അതുകൊണ്ട് തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇതെൻ്റെ മൂത്ത ചേട്ടനാണ് കേട്ടോ, വലിയച്ഛൻ്റെ മകനാണ്. സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുവാണ്. ഇപ്പോൾ ഹിന്ദുസിനൊക്കെ അത്യാവശ്യം അറിയാൻ പറ്റുമല്ലോ, ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഒരു കല്യാണം എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഏകദേശം അറിയാൻ പറ്റും. സോ അങ്ങനെ ഹോളിലേക്ക് കയറുവാണ്. ഞാൻ അപ്പോഴത്തേനും പുറത്തേക്ക് പോയിട്ടോ, ബാക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മളുടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഡെക്കറേഷൻസൊക്കെ ഇങ്ങനെയായിരുന്നു. സത്യം പറഞ്ഞ ഈ ഒരു ടൈമിലൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്തൊക്കെയൊക്കെയോ ആലോചിച്ചിട്ട് അത്യാവശ്യം ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ, അമ്മ പറയൊക്കെ നടക്കണമല്ലോ, അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിങ്ങനെ പുറത്ത് എവിടെയോ ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇളയമ്മയൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ ആയിട്ട് നിന്നു. പിന്നെ ഇതെൻ്റെ അമ്മായിയാണ് കേട്ടോ. അമ്മായിയാണ് താലം കൊണ്ട് തന്നത്. എന്നിട്ട് നമ്മൾ താലം പിടിച്ചിട്ടാണല്ലോ സ്റ്റേജിലേക്ക് വരാറ്. അങ്ങനെ താലമായിട്ട് ഞാൻ വരികയാണ്. ഈ ഒരു ടൈമൊക്കെ സത്യം പറഞ്ഞാൽ ഒരു മാജിക്കൽ അല്ലെങ്കിൽ ഒരു ഡ്രീം മൊമെൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എന്നാലും മുഖത്ത് കാണിക്കാതെ നമ്മളത് ഓവർകം ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ സ്റ്റേജിലേക്ക് എത്തിയപ്പോഴത്തേനും നിഖിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് റിംഗ് എക്സ്ചേഞ്ച് ആയിരുന്നു. കാരണം കല്യാണത്തിന് 2 വർഷം മുന്നായിരുന്നു എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ അന്ന് നിഖി നാട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ. കൊറോണയൊക്കെ ആയത് കാരണം വരാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ വളയിടലായിട്ടാണ് നടത്തിയത്. റിംഗ് എക്സ്ചേഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് റിംഗ് എക്സ്ചേഞ്ച് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് മാലയിട്ടു, പിന്നെ താലി കെട്ടി, നോർമൽ പോലെ തന്നെ അങ്ങനെയായിരുന്നു പരിപാടികളൊക്കെ. ഇത് കഴിഞ്ഞപ്പോൾ ടെൻഷനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം മാറി കേട്ടോ, സെറ്റായി. കാരണം അത്രയും നേരം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചടങ്ങുകൾ, നമ്മുടെ റിച്വൽസ്, നമ്മളുടെ റിലീജിയൻ്റെ ബേസിൽ അങ്ങനെ കുറച്ചധികം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഈ ഒരു വലത്തിടലോട് കൂടി ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ സാരി ഉണ്ടല്ലോ, സാരിയുടെ തുമ്പത്ത് നമ്മൾ പൈസ അല്ലെങ്കിൽ ഗോൾഡ് കോയിനാണ് വെക്കാറ്. അങ്ങനെ ഒരു പരിപാടിയുണ്ട്. ഇത് അതിന് മുമ്പ് ഇത് ഇതാ മാലയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, എൻ്റെ അനിയനാണ് നിഖിക്ക് മാലയിട്ട് കൊടുക്കുന്നത്, അതൊരു പരിപാടി. പിന്നെ ഈ സാരിയുടെ തുമ്പിൽ കെട്ടിയിട്ടുള്ള ഗോൾഡ് കോയിൻ നിഖിലിൻ്റെ സിസ്റ്റർ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കണം, അങ്ങനെയും ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടി അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. കപ്പിൾ ഫോട്ടോസാണ് കൂടുതൽ എടുത്തത്. ഇത് പഴം, പാൽ ഒക്കെ തരുന്ന പരിപാടി അമ്മയായിരുന്നു കേട്ടോ, എൻ്റെ അമ്മയാണ് തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇത് നമ്മൾ സൈൻ ചെയ്യുമല്ലോ സഭയിൽ, അതാണ് കേട്ടോ. ഇത് നിഖിയുടെ ഒരു ബ്രദറാണ്, സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്, ചേട്ടനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തു. പിന്നെ കപ്പിൾ ഫോട്ടോസ് ആഡ് ചെയ്തു. ഫോട്ടോസ് എടുക്കാനാണല്ലോ നമ്മൾ മെയിനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഫാമിലി വൈസാണ് എടുത്തത്. ഇത് നിഖിയുടെ അച്ഛനും അമ്മയും എൻ്റെ അച്ഛനും അമ്മയാണ്. അപ്പോൾ ഇവരൊക്കെ നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി. ആൻഡ് ഇതെൻ്റെ ഫാമിലി, അച്ഛൻ, അമ്മ, അനിയൻ.
പിന്നെ നികിയുടെ ഫാമിലി ഉണ്ട് ഇതിൽ, അച്ഛൻ, അമ്മ, നികിയുടെ സിസ്റ്റർ, ഹസ്ബൻഡ്, കുട്ടികൾ. പിന്നെ ഫുള്ള് ഫാമിലി ഫോട്ടോസ് ആയിരുന്നു. കാരണം 2 സൈഡിൽ നിന്നുള്ള ഫാമിലീസ് എല്ലാവരും കയറി ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം എനിക്കിപ്പോഴും നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഫോട്ടോസ് എടുക്കാൻ പറ്റാതെ പോയ ഒരുപാട് പേരുണ്ടായിരുന്നു. കാരണം ഈ നല്ല റഷായിരുന്നു അന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോട്ടോസ് എടുക്കാൻ വന്നിട്ട് പറ്റാതെ, തിരക്ക് കാരണം പറ്റാതെ പോയവരുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് ഇങ്ങനെ അറിയുമ്പോൾ വിഷമമുണ്ട് കേട്ടോ. അവരിങ്ങനെ പറയും ഞങ്ങൾ എടുക്കാൻ വന്നതാ പക്ഷേ എടുത്തില്ല, നല്ല തിരക്കായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വിഷമമൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കല്യാണമാകുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ 2 സൈഡിൽ നിന്നുള്ള ഫാമിലീസാണ് കേട്ടോ. ഞാൻ അതൊന്നും ആരാ എന്താ അങ്ങനെയൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം അത് ഭയങ്കര ബോറായിരിക്കും. നിങ്ങൾക്കറിയാൻ പറ്റാത്ത ആൾക്കാരുമാണ്. ഫ്രണ്ട്സ് ഉണ്ട് ഇതിൽ, ഫാമിലീസ് ഉണ്ട്, 2 സൈഡിൽ നിന്നുള്ള ഫാമിലീസും ഒക്കെ ഉണ്ട്. ഇതെൻ്റെ വല്യമ്മയുടെ ഫാമിലിയാണ് കേട്ടോ. പിന്നെ എൻ്റെ അനിയത്തി, ചേട്ടന്മാർ, ചേച്ചിമാർ, നികിയുടെ ഫ്രണ്ട്സ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ 1 ബൈ 1 ആയിട്ട് ആരാ എന്താണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. പിന്നെ ഇതെൻ്റെ ഫ്രണ്ട്സാണ്, 10th ഫ്രണ്ട്സ്, ഇങ്ങനെയൊക്കെ പറയാം. ദെൻ ഇതൊക്കെ ഫാമിലിയാണ്. പിന്നെ ഇതൊക്കെ എൻ്റെ MBA ഫ്രണ്ട്സാണ് കേട്ടോ. ഇത്രയും പേര് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്ക് മെയിൻ പ്രൊജക്റ്റും ഒക്കെ നടക്കുന്ന ടൈം ആയത് കാരണം കുറച്ച് പേരൊന്നും വന്നില്ല. പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് ടീച്ചറാണ് കേട്ടോ. LKG മുതൽ 4th സ്റ്റാൻഡേർഡ് വരെ എന്നെ പഠിപ്പിച്ച ടീച്ചറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ടീച്ചറാണ്. ടീച്ചർ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. ദെൻ ഇത് അമ്മാമ്മ, അച്ചാമ്മ. പിന്നെ ഇതൊക്കെ എൻ്റെ ഇവിടുത്തെ ഫ്രണ്ട്സാണ്, കളിക്കൂട്ടുകാരെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെയുള്ള എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഫ്രണ്ട്സാണ്. ഇതൊക്കെ നികിയുടെ ഫ്രണ്ട്സാണ് കംപ്ലീറ്റ്. ഇതിൽ അണ്ണനെ എല്ലാവർക്കും അറിയാൻ പറ്റും, ചിലപ്പോൾ ഖത്തറിലുള്ളതാണ് കേട്ടോ. ബാക്കി എല്ലാവരും നാട്ടിലുള്ള ചേട്ടന്മാർ തന്നെയാണ്. അങ്ങനെ ഇവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫോട്ടോസ് ഇതൊക്കെയാണ്. എനിക്ക് കല്യാണം കഴിഞ്ഞ സമയത്ത് ഓരോ റീൽസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് അത്യാവശ്യം മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ സാരീനെക്കുറിച്ച് ചോദിച്ചിട്ടാണ്. എവിടെ നിന്നാണ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു. ഇത് ജയലക്ഷ്മി എന്നാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു ടൈം വരെ ഏകദേശം റെഡ് തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാവരും ചൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ റെഡ് വേണ്ട എന്നൊരു പ്ലാനിലേക്ക് വന്നത്. ഗ്രീൻ ആയിരുന്നു. ദെൻ റെഡ് അല്ലെങ്കിൽ പിന്നെ ഗ്രീൻ അല്ലെങ്കിൽ റെഡ്, ഈ 2 കളറായിരുന്നു ഓപ്ഷൻസിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ റെഡ് വേണ്ടാന്ന് വെച്ചിട്ട് പിന്നെ നമ്മളത് ഗ്രീനിലേക്ക് ചൂസ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പേഴ്സണലി. എനിക്ക് മാത്രമല്ല, അന്ന് കല്യാണത്തിന് വന്നവരാണെങ്കിലും ഒരുപാട് പേര് നേരിട്ട് വന്ന് പറഞ്ഞു സാരി നല്ല ഭംഗിയുണ്ടായിരുന്നു എന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അങ്ങനെ ജയലക്ഷ്മി എന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. ഇതെൻ്റെ അനിയനും അവൻ്റെ ഫ്രണ്ടുമാണ്. പിന്നെ ഇതൊക്കെ അച്ഛനും കുഞ്ഞച്ഛൻ്റെയൊക്കെ ഫ്രണ്ട്സ്, കാര്യങ്ങൾ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് കേട്ടോ. ഇതെൻ്റെ ഫ്രണ്ടാണ്. പിന്നെ ഇതെൻ്റെ അനിയൻ്റെ ഫ്രണ്ട്സാണ്. ഇവൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിനേക്കാളും കൂടുതൽ എൻ്റെ കല്യാണത്തിന് ഇവൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. ഇവൻ്റെ 10th ഒരു സെറ്റ് ഉണ്ടായിരുന്നു, 12th ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കല്യാണ സമയത്ത് അവൻ പോളിടെക്നിക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബാച്ചിലെ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ അവൻ്റെ ഫ്രണ്ട്സാണ് എൻ്റെ ഫ്രണ്ട്സിനേക്കാളും അന്നുണ്ടായിരുന്നത്. അങ്ങനെ നല്ല രസമായിരുന്നു എന്തായാലും. പിന്നെ അത്യാവശ്യം ഇത് ഓൾമോസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാൻ വേണ്ടിയിട്ട് മാലയൊക്കെ ഊരി വെച്ച് നിൽക്കുന്ന ടൈമിലാണ് വീണ്ടും ഓരോരുത്തർ വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ലാസ്റ്റ് മൊമെൻറ്റിൽ എടുത്ത കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇത്. അത്രയും തിരക്കായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. എല്ലാ കല്യാണങ്ങളും ഇങ്ങനെ തന്നെയാണ്. പക്ഷെ എനിക്കത് ആലോചിക്കുമ്പോൾ ഭയങ്കര തിരക്ക്. ഇപ്പോൾ ആലോചിക്കുമ്പോൾ എന്തോ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ അച്ഛനെ തന്നെ നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാകും. കാരണം അച്ഛൻ്റെ ഫ്രണ്ട്സും അറിയുന്ന ആൾക്കാരൊക്കെയാണിത്. പിന്നെ നമുക്ക് പാട്ടൊക്കെ ഉണ്ടായിരുന്നു. 2-3 ചേട്ടന്മാർ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ പോയിരുന്നത് മാത്രമേ ഉള്ളൂ, കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെയാണല്ലോ, മര്യാദയ്ക്ക് നമുക്ക് കഴിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞതാ ലാസ്റ്റ് പരിപാടി കരച്ചിലായിരുന്നു. അത്യാവശ്യം കരഞ്ഞു, ഞാനും കരഞ്ഞു, അമ്മയും കരഞ്ഞു. വൈകിട്ട് വീട്ടിലേക്ക് തന്നെ വരും, എന്നാലും പോയപ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കരച്ചിലും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അവൻ വന്നിട്ട് എൻ്റെ അടുത്ത്, അബി വന്ന് പറയായിരുന്നു വേഗം പോടോ എന്നാണ് ചുവട്ടിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി നികിയുടെ വീട്ടിലെത്തി കയറുന്നതൊക്കെ നികിയുടെ ആൽബത്തിലാണ് കേട്ടോ ഉള്ളത്. പിന്നെ നികിയുടെ വീടിൻ്റെ അടുത്ത് വെച്ചെടുത്ത കുറച്ച് ഫോട്ടോസാണിത്. അവിടെ നമ്മുടെ ക്യാമറാമാൻ അവിടെയും വന്നിട്ടുണ്ടായിരുന്നു.
കപ്പിൾ ഫോട്ടോസ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അവിടെ വന്ന് കുറച്ചധികം ഫോട്ടോസ് എടുത്തത് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒന്നാമത് അവിടെ ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയാണ്. ഒരുപാട് തെങ്ങും കാര്യങ്ങളൊക്കെയാണ്. വണ്ടിയിലൊക്കെ ഇരിക്കുന്ന ഫോട്ടോ ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫോട്ടോസിൽ ഒന്നൊക്കെയാണ് കേട്ടോ അത്. അങ്ങനെ അവിടെ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നികിയുടെ സിംഗിളൊന്നും രാവിലെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നികിയുടെ കുറച്ച് സിംഗിളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ആൽബം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നികിയുടെ സൈഡിൽ നിന്നുള്ള ആൽബം ഞാനൊരു ദിവസം ഇതേപോലെ വീഡിയോ പോലെ ചെയ്തിടാം കേട്ടോ. കാണണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അങ്ങനെ ലാസ്റ്റ് ഫോട്ടോ ഇതല്ല കേട്ടോ, ഈ ഒരു ഫോട്ടോ കഴിഞ്ഞിട്ട് വേറൊരു ഫോട്ടോയും കൂടി ഉണ്ട്. അതാണ് ലാസ്റ്റ് ഫോട്ടോ. പക്ഷേ ഈ ഒരു അവിടെ വെച്ചെടുത്ത ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല അഭിപ്രായമായിരുന്നു എല്ലാവർക്കും. ഇതാണ് നമ്മുടെ ആൽബത്തിലെ ലാസ്റ്റ് ഫോട്ടോ. ഞങ്ങൾ കാറിൻ്റെ അതിൽ നടക്കുന്നത്. ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫോട്ടോയാണ്. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കാണാറുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു മിനി ആൽബം കൂടിയുണ്ട്. ഈ സെയിം ഇത്രയും നമ്മളിപ്പോൾ കണ്ട ഇത്രയും ഫോട്ടോസ് അടങ്ങിയിട്ടുള്ളൊരു മിനി ആൽബം ഉണ്ട്. അത് ഖത്തറിലാണ് കേട്ടോ. ഞങ്ങൾ അവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഇതിവിടെയും മറ്റേത് നികിയുടെ വീട്ടിലും. സോ ആൽബം കാണിച്ചപ്പോഴേക്കും ഞാൻ ക്ഷീണിച്ചു പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ടാറ്റാ.